നഴ്സിംഗ് സ്റ്റുഡൻസാണ് അല്ലെങ്കിൽ നഴ്സിംഗ് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പോസ്റ്റിൽ എയിംസിലോ അല്ലെങ്കിൽ മറ്റ് സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. എയിംസ് നാഗ്പൂരിൽ സീനിയർ നഴ്സിംഗ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഏത് എക്സാം എഴുതിയിട്ടാണ് എനിക്കിതിൽ സെലക്ഷൻ കിട്ടിയതെന്ന് പറയാം. കോമൺ റിക്രൂട്ട്മെൻറ്റ് എക്സാം അല്ലെങ്കിൽ CRE എന്നുള്ള എക്സാം എഴുതിയിട്ടാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയത്. CRE വർഷത്തിൽ ഒരു പ്രാവശ്യം വിളിക്കുന്നുണ്ട്. ഇപ്പോൾ 2 വർഷമായിട്ട് കൺസിക്വൻ്റ് ആയിട്ട് വിളിക്കുന്നുണ്ട്. നോട്ട്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ CREനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യാം. നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് കറക്റ്റ് 30 മിനിറ്റ് മുന്നെങ്കിലും വെന്യൂവിലെത്തുക. ഞാൻ അവിടെ എത്തിയിരുന്നു നേരത്തെ തന്നെ. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലില്ലാത്ത ഡോക്യുമെൻറ്റ്സൊക്കെ മറ്റുള്ളവരോട് സംസാരിച്ച് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് നോക്കാം. അഡ്മിറ്റ് കാർഡ്, നമ്മുടെ എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ്, പിന്നെ നമ്മൾ ആ രജിസ്ട്രേഷൻ സ്ലിപ്പില്ലേ അതുകൂടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുപോകണം. പിന്നെ SSLC സർട്ടിഫിക്കറ്റ്, പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, +2 സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത്. ഇതിൻ്റെയൊക്കെ ഒറിജിനലും കൂടെ കൊണ്ടുപോകണേ. ഒറിജിനലും വിത്ത് ഫോട്ടോ കോപ്പിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഡിഗ്രി ആൻഡ് മാർക്ക് ലിസ്റ്റ്, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്താണോ അത് ആ സർട്ടിഫിക്കറ്റ് വിത്ത് മാർക്ക് ലിസ്റ്റ്. മാർക്ക് ലിസ്റ്റ് നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. BSc ആണെങ്കിൽ 4 വർഷത്തെ മാർക്ക് ലിസ്റ്റ് എടുത്തിരിക്കണം നിർബന്ധമായിട്ടും. അതിൻ്റെ എല്ലാം ഫോട്ടോ കോപ്പി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് 200 ബെഡുള്ള ഹോസ്പിറ്റലിൽ. ഈ എക്സ്പീരിയൻസിൻ്റെ കട്ട് ഓഫ് പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. അതിന് മുന്നേ 3 വർഷം കംപ്ലീറ്റ് ആയിരിക്കണം. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അത് വാലിഡ് അല്ല. നോർസെറ്റാണെങ്കിൽ BSc നഴ്സിംഗിന് എക്സ്പീരിയൻസ് വേണ്ട. GNM-നാണ് 2 വർഷം എക്സ്പീരിയൻസ്, 50 ബെഡുള്ള ഹോസ്പിറ്റൽ വേണം. സെയിം കട്ട് ഓഫ് ഡേറ്റ് ആണ്. NOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. നമ്മൾ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ, ഇപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അതും നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള സെയിം NOC വേണം. പിന്നെ ഒരു വാലിഡ് ID പ്രൂഫ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, പ്രൈവറ്റിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ലാസ്റ്റ് 3 മാസത്തെ സാലറി വന്നിട്ടുള്ള ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ EPFO സ്റ്റേറ്റ്മെൻറ്റോ വേണം. നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ എപ്പോഴാണോ ലാസ്റ്റ് ഡേറ്റ് എക്സ്പീരിയൻസ് അതിന് മുന്നത്തെ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ EPFO സ്റ്റേറ്റ്മെൻറ്റും നിർബന്ധമായിട്ടും ഹാജരാക്കിയിരിക്കണം. പിന്നെ നിങ്ങൾ OBC ആണ്, SC ST ആണ്, നിങ്ങൾ സെലക്ഷൻ ആ ഒരു കാറ്റഗറിയിലാണ് നടന്നിട്ടുണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടെ, അതും നമ്മൾ ആപ്ലിക്കേഷൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്ത സെയിം സർട്ടിഫിക്കറ്റ് തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഡോക്യുമെൻറ്റ്സ് എപ്പോഴും ഒരു ഓർഡറിൽ, അവർ തന്നിട്ടുള്ള ഓർഡറിൽ തന്നെ വയ്ക്കുക. സെൽഫ് അറ്റസ്റ്റ് ചെയ്തുള്ള 3 സെറ്റ് ഫോട്ടോ കോപ്പി കരുതുക. ഒരു ട്രാൻസ്പെറൻറ്റ് ഫയലിൽ ഡോക്യുമെൻറ്റ്സ് വെക്കാൻ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട്. പിന്നെ 30 മിനിറ്റ് മുന്നേ തന്നെ അവിടെ എത്തുക. അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ കയ്യിൽ കിട്ടും. അപ്പോൾ അവർ പറയാത്ത ചില ഡോക്യുമെൻറ്റ്സ് കൂടി ഉണ്ടാവും. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.